സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ബെഡിൽ നിന്ന് കണ്ണ് തുറന്നാൽ അപ്പം തന്നെ നമ്മൾ അടുത്ത് കിടക്കുന്ന ആളെപ്പോലും അല്ല കാണുന്നത്. നമ്മൾ ആദ്യം തിരക്കുന്നത് എൻ്റെ ഫോൺ എവിടെയെന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഫോൺ നോക്കരുത്, കാരണം ഞാൻ പറഞ്ഞു തരാം. ഫോൺ നോക്കിക്കഴിഞ്ഞാൽ അതിലുള്ള ഒത്തിരി നോട്ടിഫിക്കേഷൻസ് നമ്മൾ കാണും. നമുക്ക് ഇഷ്ടമുള്ള നോട്ടിഫിക്കേഷൻസും കാണും, നമുക്ക് ഇഷ്ടമില്ലാത്ത നോട്ടിഫിക്കേഷൻസും കാണും. സോ ആ ഇഷ്ടമില്ലാത്ത നോട്ടിഫിക്കേഷൻസ് നമ്മുടെ മൂഡ് അവിടെ പോവും. സോ രാവിലെ എഴുന്നേൽക്കുമ്പം തന്നെ നമ്മുടെ മനസ്സ് ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഫോൺ നോക്കുന്നത് കഴിവതും ബെഡിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് ഒഴിവാക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, രാവിലെ എഴുന്നേറ്റാൽ ഉടനെ തന്നെ ഒരു ചായയിലോ ഒരു കാപ്പിയിലോ ഒരു ദിവസം തുടങ്ങുന്ന ഒരാളാണോ നിങ്ങൾ ആണെങ്കിൽ അത് കഴിവിൽ പരമാവധി നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. പെട്ടെന്ന് തന്നെ ഒഴിവാക്കണം എന്നില്ല, ഒരു ചെറിയൊരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഒരു ഗ്ലാസ് കുടിക്കുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അത് പതിയെ 3/4 കപ്പിലേക്ക് കൊണ്ടുവരിക, പിന്നെ അത് 1/2 കപ്പിലേക്ക് കൊണ്ടുവരിക, പിന്നെ അത് 1/4 കപ്പിലേക്ക് കൊണ്ടുവരിക. ആ 1/4 കപ്പ് ചായ ഒരു 5-6 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ തന്നെ തുടരുക. പിന്നെ ആ 1/4 കപ്പ് 1.5 ഇടവിട്ടിട്ട്, അതായത് ഓൾട്ടർനേറ്റ് ഡേയ്സിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ സാവകാശം ആ ചായ എന്നുള്ള ഹാബിറ്റ് പതിയെ കുറയ്ക്കുക. കുറച്ച് ദിവസം വേണേൽ ചായ നിർത്തിയിട്ട് രാവിലെ ചൂടുവെള്ളത്തിലേക്ക് മാറാൻ നമുക്ക്. അതിനുശേഷം സാവകാശം അത് ഒരു ഗ്ലാസ് പ്ലെയിൻ വാട്ടറിൽ നിന്ന് തന്നെ നമ്മുടെ ദിവസം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ വെള്ളം കുടിക്കണം എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ആ വെള്ളം കുടിക്കുന്ന ശീലം നമ്മൾ തുടരേണ്ടത്. പല സ്ഥലങ്ങളിൽ നിന്ന് പല അറിവുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. 2 ഗ്ലാസ് കുടിക്കുക അല്ലെങ്കിൽ 2 ലിറ്റർ കുടിക്കുക എന്നുള്ളത് ഒരൊറ്റ സ്റ്റെപ്പിലല്ല. വെള്ളം കുടിക്കുക, ശരീരത്തിന് ആവശ്യമുള്ള വെള്ളം കൊടുക്കുക എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. വെള്ളം സാധാരണഗതിയിൽ വളരെ സാവകാശം നമ്മുടെ ഉമിനീരുമായി മിക്സായി വേണം അത് നമ്മുടെ ശരീരത്തിലേക്ക് എത്തേണ്ടത്. എന്നാൽ മാത്രമേ അത് കറക്റ്റായ അളവിൽ ശരീരത്തിന് ഉപയോഗപ്പെടുത്താനും കറക്റ്റായ രീതിയിൽ ശരീരത്തിന് അതിനെ ആഗിരണം ചെയ്യാനും നമുക്ക് ശരീരത്തിന് കഴിയുള്ളൂ. അപ്പോൾ വളരെ സാവകാശം സിപ്പ് ബൈ സിപ്പായിട്ട് 1 ഗ്ലാസ്സോ അല്ലെങ്കിൽ 2 ഗ്ലാസ്സോ മാത്രം, 2 കവിള് അല്ലെങ്കിൽ 3 കവിള് മതിയാവും ഒരൊറ്റ ടൈമിൽ. ഇതൊരു 1/2 hour ഗ്യാപ്പിൽ നമുക്ക് കുടിക്കാം. അങ്ങനെ വേണം നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒരു ദിവസം മുഴുവനായിട്ട് നിങ്ങൾ കൊടുക്കേണ്ടത്. അയ്യോ ഞാൻ വെള്ളം കുടിച്ചില്ലല്ലോ എന്നോർത്ത് ഒറ്റ സ്റ്റെപ്പിൽ വെള്ളം കുടിക്കുന്ന ശീലം ഒന്ന് ഒഴിവാക്കുക. നമുക്ക് 5ാമത്തെ കാര്യം നോക്കാം. ഒരുപാടധികം നമ്മുടെ ശരീരത്തെ ബുദ്ധിമുട്ടിപ്പിച്ചു കൊണ്ടുള്ള എക്സസൈസുകൾ ഒന്നും തന്നെ നമ്മൾ ചെയ്യണം എന്നില്ല. രാവിലെ നമ്മുടെ ശരീരത്തിനും, അതായത് ബെഡിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് ശരീരത്തിന് ജസ്റ്റ് ഒന്ന് ഒരു ഇളക്കം കൊടുക്കുക, മൈൻഡ് ഒന്ന് റിലാക്സ് ആവുക. അതാണ് നമ്മൾ രാവിലെ ചെയ്യേണ്ട കുറച്ച് എക്സസൈസ് എന്ന് പറയുന്നത്. അതിന് വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ടതായിട്ടില്ല. അപ്പോൾ നമ്മുടെ വീടിന് ചുറ്റിലും ഒന്ന് ഇറങ്ങി നടക്കുക, പുറത്തുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണുക, കുറച്ച് ചെറിയ സൗണ്ടുകൾ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ തന്നെ അവിടെ നമ്മുടെ വാക്കിംഗ് ആയി. അതിനുശേഷം ചെറിയ രീതിയിലൊന്ന് കൈകാലുകൾക്ക് നമ്മുടെ നെക്കിനുമൊക്കെ ഒരു മൂവ്മെന്റ് കൊടുക്കുക, ഒന്ന് ഇരുന്ന് എഴുന്നേൽക്കുക. ഇത് മാത്രം മതി രാവിലെ ഉള്ള ഒരു എക്സസൈസിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട്. പതിയെ സ്റ്റെപ്പായിട്ട് മാത്രം വലിയ വലിയ എക്സസൈസുകളിലേക്ക് നമ്മൾ കടന്നാലും മതിയാവും. അപ്പോൾ നമ്മുടെ 6ാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അത് വളരെയധികം എനർജി തരുന്നതും അതുപോലെ തന്നെ അത്രയും അധികം പോഷക ഗുണങ്ങളുള്ളതും ആയിരിക്കണം. അപ്പോൾ രാത്രിയിൽ കുതിർത്ത് വെച്ചിട്ടുള്ള കടലയാവാം, പയറാവാം, ഗ്രീൻ പീസ് ആകാം, ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒന്ന് രാവിലെ നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തുന്നത് വളരെയധികം നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൽ ആഡ് ചെയ്യാം. അതാവുമ്പോൾ ഒത്തിരി അധികം എനർജി, പ്രത്യേകിച്ച് ബദാം പോലുള്ള സാധനങ്ങളൊക്കെ, നട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം തന്നെ നമുക്ക് രാത്രിയിൽ കുതിർത്ത് രാവിലെ ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം വേവിച്ചിട്ടുള്ള ഭക്ഷണത്തിലേക്ക് കിടക്കുക. ഒന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി, വേവിക്കാത്തവയാണ് നമ്മൾ കഴിക്കുന്നത്, നേരെ സോക്ക് ചെയ്തെടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ഫസ്റ്റ് കഴിക്കുക. അതിനുശേഷം കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് അതിനുശേഷം കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ 7ാമത്തെ കാര്യം നമുക്ക് നോക്കാം. നല്ല പോലെ നമ്മുടെ ശരീരത്തിന് വെയിൽ കൊള്ളിക്കുക എന്നുള്ളതാണ്. ഞാൻ റിപ്പീറ്റ് ആയിട്ട് പറയുന്നതിനുള്ള കാരണം,
പല ഭക്ഷണങ്ങളും നമ്മൾ കഴിക്കുന്നുണ്ട്, നമ്മൾ കിട്ടുന്ന എല്ലാം കഴിച്ചാലും പോലും അത് ശരീരത്തിന് കറക്റ്റായ അളവിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ, ഉപയോഗം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അതിന് നമ്മുടെ സൂര്യപ്രകാശം ഏറ്റവും അധികം അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ടിൻ്റെ ആരോഗ്യത്തിന്, നമ്മുടെ എല്ലുകളുടെ ആരോഗ്യത്തിന്, നമ്മുടെ ശരീരത്തിൽ വരുന്ന പലതരത്തിലുള്ള ഇൻഫ്ലമേഷൻസിന്, ത്വക്ക് രോഗങ്ങൾക്ക് എല്ലാം തന്നെ സൺലൈറ്റ് വളരെയധികം ഒരു ഹീലിംഗ് പ്രോപ്പർട്ടി നയിക്കുന്നതാണ്.